ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ്. പെട്ടെന്ന് നിറം വയ്ക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ്. ഇതിലേക്ക് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ 3 ദിവസം നമുക്ക് ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് വീഡിയോസ് എല്ലാം കാണാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക, കണ്ടിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മളുടെ വീഡിയോസിനെ കുറിച്ചുള്ള എന്ത് കമന്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്ത് പറയാവുന്നതാണ്. നമ്മൾ എങ്ങനത്തെ വീഡിയോസ് ചെയ്യേണ്ടതാണ് ഇഷ്ടം? ഡേ ഇൻ മൈ ലൈഫ് ആണോ, ഇപ്പം ഫാമിലി എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ഇതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യേണ്ടതാണോ ഇഷ്ടം? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആരും മറക്കാണ്ട് കമന്റ് ചെയ്ത് പറയണമേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതിലേക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന്. അപ്പം നമുക്ക് മെയിൻ ആയിട്ടും ആദ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ടൊമാറ്റോ ആണ്. ഇതൊരു ടൊമാറ്റോ ഫുൾ ഉണ്ട്, പക്ഷെ ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഹാഫ് മതി. അപ്പം നമുക്കിനിയും ഇതിൻ്റെ ഹാഫ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിതാ ഇവിടെ ഹാഫ് ടൊമാറ്റോ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടൊമാറ്റോ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. അപ്പം നമുക്കിനിയും ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജാർ എടുത്തു. ഇനിയും ഇത് നമുക്കൊന്ന് ഒരു 3 പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഇതിലേക്ക് ഇടാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, അല്ലാതെ തന്നെ അടിച്ചാൽ മതി. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലോട്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ ഫേസ് പാക്കിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ഈ ഒരു ടൊമാറ്റോ ജ്യൂസ് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് കിട്ടിയത് ടൊമാറ്റോ ജ്യൂസ്. ഇനിയും നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ ഈ ഒരു സ്പൂണിന് ഒരു ഹാഫ് തന്നെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് അളവ് മനസ്സിലാവും. അത്രയും മാത്രം നമുക്ക് ഇതിലേക്ക് മതിയാവും. അപ്പം ഞാൻ കുറച്ച് ഞാൻ എടുക്കുന്നത് നോക്കിക്കോളൂ. ഇത്രയും മാത്രം കസ്തൂരി മഞ്ഞൾ നമുക്ക് ഈ ടൊമാറ്റോ ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയും നമുക്ക് അടുത്ത വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് യോഗേർട്ട്. അപ്പോൾ യോഗേർട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/2 സ്പൂണാണ്. അപ്പോൾ ഇതിന് തന്നെ ഒരു 1/2 സ്പൂൺ യോഗേർട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ്. വളരെ എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരുടെ കയ്യിലും കാണും കസ്തൂരി മഞ്ഞളൊക്കെ അല്ലേ ഫേസ് പാക്കിന് വേണ്ടി. അപ്പോൾ നമ്മളുടെ 3 ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വൈറ്റ് ആയിട്ട് കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് സ്പൂണും കൊണ്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഇതിലൊന്ന് ഫേസിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എത്ര നേരം വെക്കണം എന്നൊക്കെ നമുക്കിനി നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്, അതുപോലെ എത്രയ്ക്ക് അളവാണ് എടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇനിയും നമുക്ക് ഇതൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പതിവ് പറയണ പോലെ തന്നെ ഇത് കണ്ണിൻ്റെ അടിഭാഗത്തോട്ട് പോവാതെ അല്ലാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയൊക്കെ എല്ലാവരും നന്നായിട്ട് ഒതുക്കി വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ ആ ടൊമാറ്റോയുടെ ആ ഒരു പീസ് ഞാൻ എടുത്തില്ലേ അത്രത്തോളം എടുക്കണ്ടേ, കുറച്ചുകൂടെ ഒന്ന് കുറച്ചിട്ട് എടുത്താൽ മതി. അപ്പം ഇത്രത്തോളം ഈ ഒരു കൺസിസ്റ്റൻസി അല്ലാതെ കുറച്ചുകൂടെ ഒന്ന് കട്ടിയിൽ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു കുറച്ചുകൂടെ ഒന്ന് ഒരു വെള്ളമായി പോയി.
അപ്പോൾ അത്രയും വേണ്ട, കുറച്ചൊന്ന് കൊഴുത്തിരിക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഫേസ് ഫുള്ള് ഇത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ എന്താ ഫേസ് ഫുള്ള് ഞാൻ ഒരുവിധം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പതിവ് പറയണ പോലെ തന്നെ നിങ്ങൾ എപ്പോൾ അപ്ലൈ ചെയ്താലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്താലും നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരുന്നതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അതുപോലെ ഈ പുരുകവും അതുപോലെ കണ്ണിൻ്റെ അടിവശത്തോട്ടും അധികം തൊടാതെ നോക്കുക. കാരണം കസ്തൂരി മഞ്ഞളാണ്, അത് തന്നെയല്ല ഇങ്ങോട്ട് അധികം പോകരുത്, അലർജി ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഫേസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളി എടുക്കുമ്പം അതിനനുസരിച്ച് കുറച്ചുകൂടെ ഒരു കട്ടി കുറച്ചിട്ട് തക്കാളി എടുത്താൽ മതി. അപ്പം ഇത്രയും ഒന്നും വെള്ളമായി പോകത്തില്ല കേട്ടോ, കുറച്ച് നന്നായിട്ട് കൊഴുത്ത് കിട്ടണം. എന്നാൽ മാത്രമേ നന്നായിട്ട് ഈ ഫേസ് പാക്ക് നിൽക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. കാരണം പെട്ടെന്ന് തന്നെ നിറം വെക്കാൻ, സൺ ടാൻ പോകാനൊക്കെ വളരെ നല്ലതാണ്. കസ്തൂരി മഞ്ഞളിന്റെ ഗുണം എല്ലാവർക്കും അറിയാം. നിറം വെക്കാൻ ഒരുപാട് നല്ലതാണ് സൺ ടാൻ പോവാനും. അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കുന്ന 3 ഇൻഗ്രീഡിയൻസും നല്ല വൈറ്റ് കളർ കിട്ടാൻ, വൈറ്റനിങ് ആവാൻ വേണ്ടിയിട്ട് വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനിയും ഒരു 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ. അതിനുശേഷം മാത്രം ഇത് വാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയും ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം, വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഇനിയും വരാം. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഒറ്റ തവണയിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു വ്യത്യാസം തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ നല്ലൊരു ഗ്ലോയും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കസ്തൂരി മഞ്ഞൾ, ടൊമാറ്റോ, യോഗേർട്ട് എന്നൊക്കെ പറയുന്നത് വളരെ നല്ല സാധനങ്ങൾ തന്നെയാണ്. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നല്ല നിറം വെക്കാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നമ്മളുടെ കമൻസ് ആയിട്ട് വന്നിട്ട് പറയണം. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഏത് ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഡേ ഇൻ മൈ ലൈഫ് ആണോ, അതുപോലെ ഫാമിലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗ്സ് ആണ് ചെയ്യുന്നത് ഇഷ്ടം, അതുപോലെ ഇതുപോലത്തെ ബ്യൂട്ടി ടിപ്സ് ആണ് ചെയ്യുന്നത് ഇഷ്ടം എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ എല്ലാവരും കമന്റ് ചെയ്ത് പറയുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.